നമസ്കാരം. പുതിയൊരു സാമ്പത്തിക വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നത് ഡെവലപ്മെന്റ് എഞ്ചിനീയേഴ്സിന്റെ FY26 അതുപോലെ തന്നെ നാലാം പാദത്തിലെ സാമ്പത്തിക റിപ്പോർട്ടുകളാണ്. വിപണിയിൽ ഈ സ്റ്റോക്ക് ഉണ്ടാക്കിയ ഒരു വമ്പൻ കുതിച്ചുചാട്ടം നിങ്ങൾ ഒരുപക്ഷേ ശ്രദ്ധിച്ചു കാണും. ശരിക്കും എന്താണ് ഇതിന് പിന്നിലെ കാരണം? ഈ മുന്നേറ്റം ഇനിയും തുടരുമോ? ഈ റിസർച്ച് ബ്രീഫിംഗിലൂടെ നമുക്കതൊന്ന് പരിശോധിക്കാം. ഇന്നത്തെ നമ്മുടെ വിശകലനം പ്രധാനമായും ഈ രീതിയിലായിരിക്കും മുന്നോട്ടു പോവുക. ആദ്യം തന്നെ കമ്പനിയുടെ വാർഷിക സാമ്പത്തിക വളർച്ച നോക്കാം. ശേഷം അവരുടെ പ്രധാന ബിസിനസ്, ആ റെക്കോർഡ് ഓർഡർ ബുക്ക്, Q4ലെ അല്പം സങ്കീർണമായ ലാഭക്ഷമത, നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ട ചില റിസ്കുകൾ, ഒടുവിൽ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു അന്തിമ നിഗമനം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇവരുടെ മൊത്തത്തിലുള്ള പ്രകടനം ഒന്ന് വിലയിരുത്താം. 186.23%. വെറും ഒരക്കമല്ല ഇത്. കഴിഞ്ഞ 52 ആഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 183 രൂപയിൽ നിന്ന് 549 രൂപയ്ക്കു മുകളിൽ എന്ന റെക്കോർഡ് ഉയരത്തിലേക്കാണ് ഈ സ്റ്റോക്ക് കുതിച്ചുയർന്നത്. ശരിക്കും നിക്ഷേപകരെ ഞെട്ടിച്ചൊരു റാലി തന്നെയാണിത്. ഈയൊരു കുതിപ്പിന് പിന്നിലെ എഞ്ചിൻ എന്താണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കമ്പനിയുടെ വാർഷിക വരുമാനം 38% വർദ്ധിച്ച് 1142 കോടി രൂപയിലെത്തി. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് അവരുടെ ലാഭവും. നികുതിക്ക് ശേഷമുള്ള ലാഭം അഥവാ PAT ഏകദേശം 77% ഉയർന്നത്. ഇത് തീർച്ചയായും വളരെ മികച്ചൊരു സാമ്പത്തിക അടിത്തറയാണ് കാണിക്കുന്നത്. കമ്പനിയുടെ വരുമാനം ഇത്രത്തോളം വർദ്ധിക്കാൻ അവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ലളിതമായി പറഞ്ഞാൽ, വലിയ താപനിലയും മർദ്ദവുമൊക്കെ താങ്ങാൻ കഴിയുന്ന സങ്കീർണമായ പൈപ്പിംഗ് സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഡിയുടെ പ്രധാന പരിപാടി. താപവൈദ്യുതി, ആണവോർജ്ജം, എണ്ണ, വാതക മേഖല തുടങ്ങിയ വലിയ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾക്കാണ് ഇവ ആവശ്യമുള്ളത്. ഇന്ത്യയിലെ തന്നെ മാർക്കറ്റ് ലീഡറാണ് അവർ ഈ കാര്യത്തിൽ. കമ്പനിയുടെ മൊത്തം വരുമാനത്തിന്റെ 95% വരുന്നത് ഈ ഒരു കോർ ബിസിനസ്സിൽ നിന്നാണ്. അവരുടെ പ്രവർത്തന വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നോക്കൂ. റോബോട്ടിക് വെൽഡിംഗ് പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ വലിയ പ്ലാന്റുകൾ അവർക്കുണ്ട്. ഇതിനൊക്കെ പുറമേ ഗുജറാത്തിലെ അഞ്ചാറിൽ 30,000 മെട്രിക് ടൺ ശേഷിയുള്ള പുതിയൊരു ഫെസിലിറ്റിയും, തങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ സ്വയം നിർമ്മിക്കാൻ ഒരു പുതിയ സീംലെസ് പൈപ്പ് പ്ലാന്റും അവർ അടുത്തിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിലവിലെ കാര്യങ്ങൾ. ഇനി ഈ ഉൽപ്പാദനശേഷി എങ്ങനെയാണ് അവരുടെ ഭാവി വരുമാനമായി മാറാൻ പോകുന്നത് എന്ന് നോക്കാം. കഴിഞ്ഞ Q4 ഏർണിംഗ്സ് കോളിൽ മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയതും സാമ്പത്തിക വിദഗ്ധർ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതുമായ ഒരു പോയിന്റ് ഇതാണ്: 1940 കോടി രൂപയുടെ റെക്കോർഡ് ക്ലോസിംഗ് ഓർഡർ ബുക്ക്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് 58% വമ്പൻ വർധനമാണ്. ഈ ഓർഡർ ബുക്കിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ, മൊത്തം ഓർഡറുകളിൽ 60% കയറ്റുമതി ഓർഡറുകളാണ്. അതായത് DE എന്ന കമ്പനിയുടെ കാര്യക്ഷമതയും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും വെറുതെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ആഗോളതലത്തിൽ തന്നെ അവർ വലിയൊരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാം വളരെ മികച്ചതാണെന്ന് തോന്നുന്നുണ്ടല്ലേ? എന്നാൽ നാലാം പാദത്തിലെ, അതായത് Q4ലെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ അല്പം സങ്കീർണമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, കഴിഞ്ഞ വർഷത്തെ ഇതേ പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ നാലാം പാദത്തിലെ വരുമാനം 26.3% വർദ്ധിച്ച് 361.6 കോടി രൂപയായിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, നികുതിക്ക് ശേഷമുള്ള ലാഭം 12%-ഓളം കുറയുകയാണ് ചെയ്തത്. വരുമാനം കൂടിയിട്ടും എന്തുകൊണ്ടാണ് ലാഭം ഇടിഞ്ഞത്? ഇതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടായ വലിയ വർധനവാണ്. ഇത് അവരുടെ മാർജിനെ ബാധിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 2.27 കോടി രൂപയുടെ ഒരു അസാധാരണ നഷ്ടം, അതായത് ഒരൊറ്റത്തവണത്തെ ചിലവ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ പുതിയ ലേബർ കോഡുകൾ വന്നതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് നൽകേണ്ടി വന്ന ആനുകൂല്യങ്ങളാണിത്. അതായത് ഇതൊരു സ്ഥിരമായ ബിസിനസ് തകർച്ചയല്ല, മറിച്ച് പുതിയ നിയമം വന്നപ്പോഴുള്ള ഒരൊറ്റത്തവണ നഷ്ടം മാത്രമാണ്. ഇനി അല്പം ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഏതൊരു നിക്ഷേപകനും അറിഞ്ഞിരിക്കേണ്ട ചില അപകടസാധ്യതകൾ അഥവാ റിസ്കുകൾ ഇതിലുണ്ട്. ഡാറ്റ പരിശോധിക്കുമ്പോൾ ചില സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വ്യക്തമാണ്. പുതിയ പ്ലാന്റുകൾക്കൊക്കെയായി അവർ പണം ചിലവാക്കിയതുകൊണ്ട് അവരുടെ കടം അല്പം കൂടിയിട്ടുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി അനുപാതം ഇപ്പോൾ 0.89 ആയി ഉയർന്നു. അതുപോലെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 44.5 കോടി രൂപ നെഗറ്റീവാണ്. ഇതിനൊക്കെ പുറമെ അവരുടെ മെയിൻ ബിസിനസ് അല്ലാത്ത ബയോമാസ് പവർ സെഗ്മെന്റ് കമ്പനിക്ക് നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. വിലയുടെ കാര്യമെടുത്താൽ 4.42 എന്ന പ്രൈസ് ടു ബുക്ക് വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ്സ് മോജോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ വിലയേറിയതാണ് അഥവാ എക്സ്പെൻസീവ് എന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്കൊരു അന്തിമ നിഗമനത്തിലേക്ക് വരാം.
വളരെ നിഷ്പക്ഷമായി പറഞ്ഞാൽ ഈ സ്റ്റോക്കിൽ രണ്ട് വശങ്ങളുമുണ്ട്. ഇന്ത്യയുടെ പവർ സെക്ടറിലുണ്ടാകുന്ന വമ്പൻ വളർച്ചയും 1,94,000 കോടിയുടെ റെക്കോർഡ് ഓർഡർ ബുക്കും ഈ സ്റ്റോക്കിന് അനുകൂലമായ കാര്യങ്ങളാണ്. ഇതാണ് ഇതിന്റെ ബുൾ കേസ്. മറുവശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉയർന്ന കടവും നെഗറ്റീവ് ക്യാഷ് ഫ്ലോയും ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോഴും ലാഭത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുമാണ് നിക്ഷേപകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ, അഥവാ ബെയർ കേസ്. 2030ഓടെ 2,500 കോടി രൂപ വരുമാനം നേടുക എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് കമ്പനിയുടെ മാനേജ്മെന്റ് ഇപ്പോൾ നീങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ഇന്ത്യയുടെ വരാനിരിക്കുന്ന വലിയ ഇൻഡസ്ട്രിയൽ വളർച്ചയിൽ പങ്കുചേരാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഈ ഹ്രസ്വകാല ലാഭനഷ്ടങ്ങളും അസ്ഥിരതകളും നിങ്ങൾക്കൊരു തടസ്സമാകുമോ? അതോ ഇതൊരു മികച്ച ദീർഘകാല നിക്ഷേപ അവസരമായി നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തോടെ ഇന്നത്തെ സാമ്പത്തിക വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങൾക്കൊരു തുടക്കമാകട്ടെ എന്ന് കരുതുന്നു. നന്ദി.